ദൈവത്തിന്റെ നിത്യസത്യ വചനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയ വയലുകളെ തുറന്ന് വചനം സ്വീകരിക്കുക 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈ മണിക്കൂറിലായിരിക്കും. നമുക്കറിയാം, ഈ ഒക്ടോബർ മാസത്തില് തിരുസഭയിലെ ഒരു വലിയ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുകയാണ്. ഒക്ടോബർ 15 വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ. അമ്മ ത്രേസ്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധ്യാനാത്മക ജീവിതത്തിലും കർമ്മ ജീവിതത്തിലും ഒരുപോലെ ഈശോയോടുള്ള ഐക്യം പുലർത്തി ആധ്യാത്മിക ജീവിതത്തിൽ പറന്നുയർന്ന് സമാധി പ്രാർത്ഥനയുടെ ഉന്നത സോപാനത്തിലെത്തിയ ഒരു വലിയ വിശുദ്ധയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ സ്പെയിനിലെ ആവിലായിൽ ജനിച്ചു. 1515 മാർച്ച് 28 രക്തസാക്ഷിയാകുവാൻ വേണ്ടി വേഗം സ്വർഗരാജാവിന്റെ സന്നിധിയിൽ എത്താമെന്നുള്ള ആഗ്രഹത്താൽ രക്തസാക്ഷിത്വം വരിക്കുവാൻ ബാല്യപ്രായത്തിൽ തന്നെ സഹോദരനോടൊപ്പം ആഫ്രിക്കയിലേക്ക് ഒളിച്ചോടുവാൻ അവൾ തീരുമാനിച്ചവളാണ്. പക്ഷേ അവളുടെ അങ്കിൾ അവരെ കണ്ടുമുട്ടി. അങ്ങനെ ആ ശ്രമം വിഫലമായി. സ്പാനിഷ് സാഹിത്യത്തിലെ അതുല്യായ ഒരു എഴുത്തുകാരി, തിരുസഭയുടെ വീരപുത്രി, നവീകൃത കർമ്മല സഭയുടെ സ്ഥാപക, വേദപാരംഗത എന്നീ നിലകളിൽ അമ്മ ത്രേസ്യയ്ക്ക് തിരുസഭയിലുള്ള സ്ഥാനവും സ്വാധീനവും അതുല്യമാണ്. ദൈവം മാത്രം മതി എന്ന ഉറച്ച തീരുമാനത്തോടെ വിശുദ്ധ അമ്മ ത്രേസ്യ 1535 20ാമത്തെ വയസ്സിൽ ആവിലായിലെ ഇൻകാർണേഷൻ കർമ്മല മഠത്തിൽ ചേർന്നു. പക്ഷേ ഏതാണ്ട് 20 വർഷത്തോളം ആധ്യാത്മിക മന്ദതയിലും ശുഷ്കതയിലും അവൾ കഴിഞ്ഞുകൂടി. എന്നാൽ കരുണാവാരധിയും സ്നേഹസമ്പന്നനുമായ ദൈവം സ്നേഹമുള്ള വ്യക്തികളിലൂടെയും മാരകമായ രോഗങ്ങൾ അനുവദിച്ചും ആഴമേറിയ പ്രചോദനങ്ങൾ നൽകിയും പുതിയ ഒരു ജീവിതത്തിലേക്ക് അവളെ ആനയിച്ചു. ആധ്യാത്മിക ജീവിതത്തിൽ പടിപടിയായി ഉയർന്ന് ഈശോയുടെ സ്വന്തമാവുകയും ദൈവ സായുജ്യത്തിന്റെ അത്യുന്നത പദവി പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ അമ്മ ത്രേസ്യയെ 15ാം ഗ്രിഗോറിയോസ് പാപ്പ 1622 വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. നമുക്ക് ഈ വിശുദ്ധയുടെ ദൈവൈക്യ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അങ്ങനെ ദൈവ അനുഭവത്തിൽ ആഴപ്പെടുവാൻ നമുക്കും പരിശ്രമിക്കാം. നല്ല ദൈവത്തിന് നാം ഓരോരുത്തരോടുമുള്ള സ്നേഹം വളരെ അഗാധവും വ്യക്തിപരവുമാണ്. നാം എന്തെല്ലാം അകൃത്യങ്ങളും നന്ദിഹീനതയും കാണിച്ചാലും നമ്മുടെ തിരിച്ചുവരവിൽ ആനന്ദിക്കുന്ന ദൈവം നമ്മോട് കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങൾ അവിടുന്ന് ചവിട്ടി മെതിച്ച് ആഴിയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ തൂത്തെറിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43ാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവം അരുളി ചെയ്യുന്നു: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധ ത്രേസ്യയുടെ ജീവിതത്തിൽ ഈ വചനഭാഗം എത്രമാത്രം അന്വർത്ഥമായി എന്ന് നമുക്ക് കാണാം. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിന്റെ
ആദ്യ നാളുകളിൽ വളരെ ലൗകികതയിലും മാരകമായ പാപത്തിലും മുഴുകി ജീവിക്കുകയായിരുന്നു അവൾ ചെയ്തിരുന്നത്. ആ നാളുകളിൽ ക്രൂശിതനായ ഈശോയുടെ ഒരു ദർശനമുണ്ടായി. ഇപ്രകാരമാണ് ക്രൂശിതനായ ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ദേഹമാസകലം മുറിവുകളാലും ആണിപ്പാടുകളാലും മുൾക്കിരീടം ശിരസിൽ ആഞ്ഞു പതിച്ചതിന്റെ വേദനയാലും ഇപ്രകാരമുള്ള ഒരു ദർശനമാണ് ക്രൂശിതൻ അവൾക്ക് നൽകിയത്. ഈ ദർശനം അവളിൽ ഒരു വലിയ മാനസാന്തരമുളവാക്കി. അവൾ ആ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് മേലിൽ ഈശോയെ ദ്രോഹിക്കാതിരിക്കുവാനുള്ള ശക്തിയും കൃപയും യാചിച്ചു. അവൾക്ക് മനസ്സിലായി, താൻ ഓരോ നിമിഷവും ചെയ്യുന്ന മാരക പാപം മൂലമാണ് ഈശോ ഇത്രയേറെ വേദനിക്കുന്നതെന്ന്. അവൾ ഇപ്രകാരം ചിന്തിച്ചു, എന്റെ പാപത്തിന് ശക്തി കൂടുന്തോറും ഈശോയുടെ ശിരസിലേക്ക് മുൾക്കിരീടം കൂടുതൽ ആഴത്തിൽ പതിക്കുന്നു. ഈ ചിന്ത വിശുദ്ധ ത്രേസ്യായുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. അന്ന് മുതൽ അവൾ വിശുദ്ധിയിൽ പറന്നുയർന്നു. പിന്നീട് മരണം വരെയുള്ള കാലം ആത്മീയ ദർശനങ്ങളും മൗതിക അനുഭവങ്ങളും അരൂപിയുടെ വരദാനങ്ങളും കൊണ്ട് ധന്യമായിരുന്നു അവളുടെ ജീവിതം. ദൈവത്തോട് ഐക്യപ്പെടുന്നതിന് വേണ്ടി ദൈവമല്ലാത്ത എല്ലാറ്റിൽ നിന്നും എല്ലാവരിൽ നിന്നും തന്നിൽ നിന്ന് തന്നെയും വേർപെട്ടു നിൽക്കുന്ന ഒരു ശീലം നിരന്തരവും കഠിനവുമായ അഭ്യാസം കൊണ്ട് അവൾ ആർജിച്ചെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധിയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. ഏത് പാപത്തിൽ നാം നിബന്ധിച്ചാലും, എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിന്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ്. വചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധ അമ്മ ത്രേസ്യ ക്രൂശിതന്റെ രൂപം ദർശിച്ച് ഈ വചനം ധ്യാനിച്ചതിനു ശേഷം മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. നിരന്തരവും കഠിനവുമായ അഭ്യാസം കൊണ്ട് പാപകരമായ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും അവൾ പിന്മാറി. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധിയുടെ ജീവിതം നമുക്കും പ്രതീക്ഷ തരുന്നുണ്ട്. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം എന്ന് നമ്മുടെ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രതീക്ഷയോടുകൂടെ കടന്നു വരാം. വിശുദ്ധ ത്രേസ്യ ചെയ്തതുപോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ ദുശ്ശീലങ്ങൾ മാറ്റി ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സന്നദ്ധരാകാം. ദൈവത്തിന്റെ സ്വന്തമാകുവാൻ നമ്മുടെ ഹൃദയം ദൃഢനിശ്ചയത്തോടെ അവന് സമർപ്പിക്കാം. അതോടൊപ്പം അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തവ നമ്മിൽ നിന്ന് പുറന്തള്ളാനും അവിടത്തേക്ക് ഇഷ്ടമുള്ളവ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാനും നമുക്ക് കഴിയണം. ഉത്തമഗീതം 2-ാം അധ്യായം 16-ാം വചനം പറയുന്നു, എന്റെ ആത്മനാഥൻ എന്റേതാണ്, ഞാൻ അവന്റേതും. ഇവിടെ ദൈവവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്നു. വിശുദ്ധ ത്രേസ്യ ദിവ്യ മണവാളനുമായി ഐക്യപ്പെട്ട് ഒന്നായി തീർന്നു. അപ്പോൾ ഈശോ 2 മഹാരഹസ്യങ്ങൾ വിശുദ്ധ ത്രേസ്യയോട് പങ്കുവെക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇതാണ്: ഞാൻ സ്വർഗം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ തന്നെയും നിന്നെ പ്രതി മാത്രം സ്വർഗം സൃഷ്ടിക്കുമായിരുന്നു. വീണ്ടും അവിടുന്ന് അവളോട് അരുളി ചെയ്യുകയാണ്, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച നിന്റെ ഹൃദയം അഴുകുവാൻ ഞാൻ അനുവദിക്കുകയില്ല.
വിശുദ്ധയുടെ ഹൃദയത്തെ സ്നേഹത്തിന്റെ കുന്തത്താൽ തന്റെ പ്രാണനാഥൻ കുത്തി മുറിവേൽപ്പിക്കുവാൻ തക്ക വിധം അത്രയ്ക്ക് അഗാധമായിരുന്നു അവളുടെ ദൈവസ്നേഹം. വിശുദ്ധ ചാവറ പിതാവ് പ്രാർത്ഥനയെക്കുറിച്ചും മാനസിക ധ്യാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുമ്പോൾ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ 7-ാം സദനം വരെ എത്തി. നമുക്ക് 4-ാം സദനം വരെയെങ്കിലും എത്താൻ പരിശ്രമിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിന്റെയും ജോലിയുടെയും വ്യഗ്രതകൾക്കിടയിൽ നമുക്ക് പ്രാർത്ഥനയുടെ ആദ്യത്തെ പടിയിലെങ്കിലും കയറുവാൻ പരിശ്രമിക്കാം. വിശുദ്ധ അമ്മ ത്രേസ്യ ഉപദേശിക്കുന്നു, പ്രാർത്ഥന എന്നത് പള്ളിയിൽ കയറിയിരിക്കുമ്പോൾ മാത്രമല്ല, എവിടെയായിരുന്നാലും എന്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നാലും ഒരു നിമിഷം കൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജോലി തിരക്കിനിടയിൽ, അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടയിൽ, കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നതിനിടയിൽ, മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ഒരു നിമിഷം ദൈവമേ എന്ന് ഉള്ളിൽ നിന്നൊരു ചിന്ത, അത് മതി. അതുപോലെ നാം രാവിലെ ഉണരുമ്പോൾ നമ്മുടെ എല്ലാ ജോലികളും അതുപോലെ ഈ അന്നത്തെ ദിവസത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ദൈവ സഹായം അപേക്ഷിക്കാം. വീണ്ടും സുഗതസരണി എന്ന പുസ്തകത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം വിവരിക്കുന്നു, പിശാചിന് ഒരു ചെറിയ വിടവ് കിട്ടിയാൽ മതി അകത്ത് കടന്നുകൂടി 1000 തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ. അതെ സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെ ബോധപൂർവം വിവേചിച്ചറിയണം. പ്രലോഭനങ്ങളെ ജയിക്കുവാൻ നമുക്ക് സാധിക്കണം. അവൻ നമ്മെ വളരെ തന്ത്രപൂർവമാണ് ഈശോയിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വചനത്തിൽ പ്രകാരം പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എപ്രകാരമാണ് പാപത്തെ വെടിയേണ്ടതെന്നും പുണ്യത്തിൽ വളരേണ്ടതെന്നും. ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്തും ദുശീലങ്ങൾ ഉപേക്ഷിച്ചും അലസത വെടിഞ്ഞും നിഷ്ഠയോടെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടും നമുക്ക് പുണ്യം അഭ്യസിക്കാം. ഒരു മാരക പാപം ചെയ്യുന്നതിനേക്കാൾ മുൻപ് മരിക്കുന്നതിനും കർത്താവിനെ ദ്രോഹിക്കാതിരിക്കുവാൻ ദൃഢനിശ്ചയമുള്ളവരും ലഘുപാപങ്ങളെ സംബന്ധിച്ച് അതീവ ശ്രദ്ധാലുക്കളും നമുക്കാകാം. പരദൂഷണം പറയുന്നത് വർജിക്കണമെന്നും സ്വന്തം കുറ്റങ്ങൾ എളിമയോടെ സമ്മതിക്കണമെന്നും വിശുദ്ധ ത്രേസ്യ ഉപദേശിക്കുന്നു. സന്തുഷ്ടി നിറഞ്ഞതും ശാലീനവും പ്രസന്നവും മാതൃകാപരവുമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ആഗ്രഹം ദൈവത്തെ കാണുന്നതിനും നമ്മുടെ ആശങ്ക ദൈവം നമുക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്നും പ്രതീക്ഷ ദൈവം നമ്മെ തന്നിലേക്ക് ഉയർത്തുമല്ലോ എന്നതും ഇപ്രകാരമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഭദ്രമായ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും എന്നാണ് വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മ വീണ്ടും നമ്മെ ഉപദേശിക്കുന്നു, നമ്മുടെ സാധാരണ ദിനകൃത്യങ്ങൾക്കിടയിൽ തന്നെയും ഉള്ളിലേക്ക് പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ ഓർമ്മ നവീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നല്ല മനസ്സോടെ സ്വീകരിച്ച് അനുഗ്രഹത്തിന്റെ അവസരങ്ങളാക്കി നമുക്ക് മാറ്റാം. വിശുദ്ധ അമ്മ ത്രേസ്യ ഉപദേശിക്കുന്ന ഒരു ഉപദേശം നമുക്ക് ധ്യാനപൂർവ്വം നമുക്ക് പാടാം. ഒന്നുമേ നിന്നെ അലട്ടാതിരിക്കട്ടെ, ഒന്നുമേ ഭീതി നൽകിടാതെയും സർവതും താനെ കടന്നു പോകും ഇതാ സർവേശൻ മാത്രമേ നിത്യനുള്ളൂ. ഏറെ ക്ഷമയോടെ എന്തും സഹിക്കുന്നവർ കൂറോടെ കൈവശമാക്കും സർവം.
ദൈവത്തെ സ്വായത്തമാക്കുന്നവർക്കെല്ലാം കൈവരുമേതും ലോഭമില്ലേ. ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, ദൈവത്തെ വേറെ എന്തു വേണ്ടു. ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, ദൈവത്തെ വേറെ എന്തു വേണ്ടു. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്പനേരം ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ച് നമ്മെ തന്നെ വിശദീകരിക്കാം. നമുക്ക് പരസ്പരം സ്തുതിച്ചെല്ലാം.